വേറെ കുഴപ്പമൊന്നുമില്ല. എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ? അല്ല മാഷേ, സാറേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. എന്താ മാഷേ? യുവതലമുറ വഴിതെറ്റുകയാണ്. ഒന്ന് തെളിച്ചു പറയടൂ. മാഷേ, നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്കുണ്ട്. മറ്റേ ബുക്കോ? അതെന്ത് ബുക്കാ? മനസ്സിലായില്ല. എൻ്റെ മാഷേ, കൊച്ചു പുസ്തകം 4 മടക്ക്. ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ അച്ചടിച്ചു വരുന്ന പീസ് ബുക്കില്ലേ? പീസ് ബുക്ക്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അതല്ല, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാനും വായിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാം, കണ്ടിട്ട് വേണ്ട വായിക്കാനായിട്ട്. പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കുണ്ടെന്നുള്ള രഹസ്യവിവരം കിട്ടിയ സ്ഥിതിക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഇതോടെ വന്ന് പറയട്ടെ, ഇതിൽ വഴി തെറ്റാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? തീർച്ചയായും. ഐ അപ്രീഷിയേറ്റ് യുവർ സിൻസിയാരിറ്റി. സർ, പറ, ആരാണെന്ന് പറ. ഇന്ന് അവനെ ഡിസ്മിസിലാണ്. ഇനി ആരും ഇമാതിരി വൃത്തികേട് ഈ സ്കൂളിൽ കാണിക്കരുത്. ആളാരാണെന്ന് കിട്ടിയിട്ടില്ല, പക്ഷെ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ കൊണ്ടിട്ട് തരും. മാഷോ? ഞാനും സനൽ മാഷ്. സനൽ മാഷ് വായ മാഷ്, വായോ. നമുക്ക് 10 തുടങ്ങാം. ശരി, 8 തുടങ്ങിയ പോലെ. എന്തിനാ മാഷ 10? 10 വെച്ചാൽ ഞാൻ ഒന്നുമില്ല. അല്ല, സാറിന് ഇവിടുന്ന് ഇൻഫോർമേഷൻ കിട്ടിയേ? അത് എനിക്ക് വേണ്ടി ഒരു ഇന്റലിജൻസ് വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാഷിനത് അറിയണ്ട. എന്റെ ഫലമായ സംശയം എന്നെ വിഷ്ണു പ്രകാശ്. അതെന്താ? മുഴുവൻ സമയം പെമ്പിള്ളേരെ പിന്നാലല്ലേ? വാ സാറ്, നമുക്ക് ആദ്യം അവനെ പൊക്കിയ പോരെ? എന്താണ് ഇവിടെ? സ്റ്റാഫ് റൂമിലേക്ക് ചോക്ക് എടുക്കാൻ. വേഗം പോയി ക്ലാസ്സിലിരുന്നോ, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരും. ഓക്കെ മാഷേ. വാ മാഷേ. പത്ത് 30ഓളം അധ്യാപകരുള്ള ഈ സ്കൂൾ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യം. ആരുടെ കയ്യിലാ സാധനം ഉള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നു ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികളുണ്ട്. മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടി ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കും. അവസാനവും ശീതയുദ്ധത്തിന്റെ എന്തോ പ്രശ്നമുണ്ട്. ലക്ഷ്മിയും സനലും കൂടെ A ക്ലാസ്സിലെ പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട്. അയ്യോ, അവരിങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നണേ. ബുക്ക് കേട്ടാത്ത ആരോ കൊണ്ട് ഒറ്റ കൊടുത്ത്. അതെങ്ങാനും ഒക്കെ നീ ഒറ്റയ്ക്ക് പോയി മേടിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാനാ? ഞാൻ ഏക്കൂലേ. എടാ, നമുക്ക് മുത്തിന് ബുക്ക് തിരിച്ചു കൊടുത്താലോ? ഇപ്പളാ? പെണ്ണുങ്ങളെ വേഗം ചെക്ക് ചെയ്യും. സാധ്യതയില്ല. പിൽക്കാല അന്താരാഷ്ട്ര ബന്ധങ്ങളെ. എന്താ? ഞാനൊരു സാധനം തന്നാ ബാഗിൽ വെക്കോ? എന്ത് സാധനം? എടുത്തെടുത്തെടുത്തോ. 1001 രാവുകൾ. എന്താടാ പുറത്തുനിന്ന്? ചെറുതായിട്ട് ഉറങ്ങിപ്പോയി സാറേ. അതിനെന്താ സാറേ, നോക്കിക്കോ. സ്കൂളിൽ ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി. ഇനി ഞങ്ങളുടെ പരിശോധനയിലെങ്ങാനും അത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ പൊതുവാള് മാഷ് നോക്കി. മുത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. നമ്മളെ പേരെങ്ങാൻ പറയോ? മിണ്ടരുത്. ബാഗ് എടുക്കടാ. നിന്റെ ബാഗിലില്ല,
പക്ഷെ അത് ആരുടെ ബാഗിലാണെന്ന് എനിക്കറിയാം അല്ലേ നജാസേ? എനിക്ക് അറിഞ്ഞൂടാ മാഷേ. നോണ. എന്റെ ഉമ്മ സത്യം എനിക്ക് അറിഞ്ഞൂടാ മാഷേ. സത്യം എനിക്ക് പറഞ്ഞോടാ മാഷെ. എണീക്കടാ. പിന്നെ ഇവനെന്താണെന്ന് നിന്റെ ചെവിയിൽ പറഞ്ഞേ? ഇവിടെ ഉള്ള ആരും ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല എന്ന് പറയായിരുന്നു, ഓ പ്രത്യേകിച്ച് ബോയ്സ്. സൈലൻസ്. ഇതാരുടെ ബാഗാണ്? മുത്തലീബിന്റെ. എടുക്കടാ എടുക്കടാ. ആ മാമ്പഴം വൈലോപ്പിള്ളിയുടെ അല്ല എൻ്റെ നിന്റെ തന്നെ. ഓ ഇതൊക്കെയുണ്ടോ? ഇരൊറ്റ പുസ്തകങ്ങളോടാ. അതിപ്പോ അവിടെ പോയി. കഷ്ടം. ആ ഇരി. ഇതിലൊന്നുമില്ല സാർ. അവന്റെ കാണൂടി. ബാഗ് എടുക്ക്. എന്നാ മാഷെ. മാഷേ ഇവിടെ ഒന്നുമില്ല. ശരി ടീച്ചർ. അല്ല മാഷേ, പോവാണോ? ഇവളുമാരെ നോക്കുന്നില്ലേ? ഇവളുമാരുടെ കയ്യിലിരിപ്പോ അത്ര നല്ലതൊന്നും അല്ല. ഇറങ്ങി ഓടിയാലോ? നീ അടിക്കോ? ഇല്ല സാറേ, അത് അച്ഛന് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറഞ്ഞ് കഴിച്ചു തന്നപ്പോ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന്. അച്ചാറും മിച്ചറാ? സത്യായിട്ടും? സത്യമായിട്ടും. ഇരിക്കൂ. താങ്ക് യു മാഷേ. മര്യാദയ്ക്ക് സത്യം പറയണം. എന്റെ ടീച്ചറെ താനെടുക്ക്. അതിലൊന്നും ഇല്ലടാ. ഇവിടെ ഒന്നുമില്ല സാർ. ഓ 10D. ഓക്കെ. ഇനി എല്ലാരും നോട്ട് ബുക്ക് എടുത്തേ. ആഹാ, മുത്തലീബ് എങ്ങോട്ടാ? പുറത്തു പോയേ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? 1943 ഫെബ്രുവരിയിൽ 1943 ഫെബ്രുവരിയിൽ ഐതിഹാസികമായ ആദർശ് മാധവൻ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് നിന്നെ കാണണ്ട. എങ്ങനെയുണ്ട്? പാടൊന്നും വന്നിട്ടില്ല, കുഴപ്പമില്ല. ആ കാര്യത്തിൽ തീരുമാനമായല്ലോ. ഇനി നമുക്ക് സാധനം വായിക്കാനുള്ള പരിപാടി നോക്കാം. എവിടുന്ന് വായിക്കും?
എന്ത് മനുഷ്യനാടാ നീ? പാവമുത്ത് അല്ലേ? എന്തേതല്ല അപ്പൊ തുടങ്ങും അവന്റെ ഒരു കുറ്റബോധം. എടാ മണ്ട, നമ്മളാ ബുക്ക് എടുത്ത് മാറ്റിയോണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ആ കോപ്പറവനെ കടിച്ചു കയറിയാനെ. അതും ശരിയാ. പിന്നെ ആ പെണ്ണടിച്ചതിൽ നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ചെറുതായിട്ട്. ആ വിഷമം ഇപ്പൊ മാറ്റിത്തരാ. ഡാ അവിടെ ഇരി. എന്നാ പിടി, ഞാൻ എടുത്തോളാം. നോക്കടാ. ലക്ഷ്മി മാഷ് പൊക്കിയാനെ. ഇതാണോ നീ പറഞ്ഞ ആരുമില്ലാത്ത സ്ഥലം? ആരുമില്ലല്ലോ. ഒന്ന് പോടാ, ഭഗവതി കുളിക്കാൻ പറഞ്ഞ സ്ഥലമാണ് ഇവിടെ. ഞാനൊന്നുമില്ല. പിന്നെ ഭഗവതി കുളിക്കാവുന്ന കുളമാണല്ലോ. നിന്നോട് തരാ പറഞ്ഞേ. ഉപ്പൂപ്പ മൂപ്പര് കണ്ടിട്ടുണ്ട്. നല്ല ബെസ്റ്റ് ഉപ്പൂപ്പ. പോടാ, പുള്ളി പുളു അടിച്ച. നീ വന്ന് പുള്ളിക്ക് കുളിസിങ് കാണില്ല തന്നെയാണോ പണി? പോടാ. നിന്നോട് ഞാൻ പറഞ്ഞത് അവിടെ ഭഗവതി ഉണ്ടാവുമെന്ന്. കണ്ണിപ്പെടായിരുന്ന ഭാഗ്യം, അല്ലെങ്കിൽ തലോട്ടി തെറിച്ചാനെ. എടാ അത് ഭഗവതി ഒന്നല്ല, ആരെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഒന്ന് പോടാ. അതെ, ഇനിയും വീട്ടിൽ കയറിയില്ലേ അമ്മ ജോലി എടുക്കും. ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ വെക്കോ, ഞാൻ നാളെ കാണാം. ഇതാ അവിടെ നിന്നേ. ബുക്ക് എന്ത് ചെയ്യൂ? അത് നീ വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഞാൻ നാളെ വെച്ചോളാം. എൻജോയ്. ഇത് കൊണ്ട് വീട്ടിൽ കയറാനോ? അമ്മ എങ്ങാനും കണ്ടാണ്ടല്ലോ. പിന്നെന്ത് ചെയ്യാനാ? നിന്റെ ഐഡിയ നീ അതെ, ഒരുമാതിരി എട്ടത്രം പറയല്ലേ. നിന്റെ വീട്ടിലെ നീ നിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടിലെ 10 ആൾക്കാരാ, മനസ്സിലായോ? കിടക്കാൻ പോലും സ്ഥലമില്ല, അപ്പഴല്ലേ ഇത് ഒളിപ്പിക്കില്ലേ. നീ വന്നേ, ധൈര്യം വേണം കുറച്ചൊക്കെ. എവിടെയായിരുന്നു ഇതുവരെ? സന്ധ്യ അത് കണ്ടില്ലേ? ഗ്രൗണ്ടിലായിരുന്നു അമ്മേ. ഫുട്ബോള് സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിൽ വരാൻ നോക്കണം, തേടി നടക്കാതെ. വേഗം പോയി കുളിച്ചേ, എന്നിട്ട് വിളക്ക് വെച്ചേ. പരീക്ഷ എടുത്തു വരും, അപ്പോഴൊരു ഫുട്ബോള്. രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ രാമ 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 പാഹിമാ രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ രാമ 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 നിന്നോട് എത്ര പ്രാവശ്യം പറയണം? തിന്നുന്ന പാത്രം ഇട്ട് കഴുകി വെക്കുകയില്ല, പുസ്തകം ഒന്നും പുറത്തെടുത്ത് വെക്കത്തുമില്ല. ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വലിയ കഷ്ടാട്ടോ. അപ്പോ എന്തേലും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ? നാളെ സ്കൂളിൽ നിന്ന് തന്നെ പാത്രം കഴുകിയിട്ട് വന്നോണം. അവിടെ പൈപ്പും വെള്ളമൊക്കെ ഉള്ളതല്ലേ. അടി അല്ലാതെ എന്താ? പാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ. ചേച്ചി ചേച്ചിയെ, ആ നീ എന്താടി ഈ രാത്രിയില്? അതൊക്കെ ഉണ്ട്. നല്ല മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ടല്ലോ. അതുമല്ല, ആ പറമ്പ് നിറച്ച് പാമ്പാ എന്റെ പെങ്കൊച്ചേ. നീ ടോർച്ചൊക്കെ ആയിട്ട് പറഞ്ഞിട്ടോ രാത്രിയില്? അമ്മ ഇന്നലെ വാങ്ങിയ സോപ്പ് തരാൻ പറഞ്ഞു. അയ്യോ, ഇതില്ലായിരുന്നെങ്കിൽ ഇവിടെ കഞ്ഞിയും കറിയും വെക്കത്തില്ലായിരുന്നു. സോപ്പേ അതല്ല, അപ്പു ഇന്നലെ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പഠിക്കാണ്ടെന്നല്ലേ പറഞ്ഞേ? അതാ രാത്രി തന്നെ പോന്നെ. അവനെവിടെ? അവനപ്പുറേ ഉണ്ട്. ആണോ? അപ്പോ ഡാ, നിന്റെ ആദ്യത്തിനും രാത്രിയും കൊണ്ടുവന്നിട്ടുണ്ട്. നീ എവിടെയാ? ഞാൻ ബാത്റൂമിലാ. ഓർത്ത് വെച്ചിട്ടുണ്ടേ, ഞാൻ ഇറങ്ങുവാ.
വീടിന് ഓടിച്ചിട്ട് തല്ലി. അത് പോരാഞ്ഞിട്ട് 10-60 സെന്റുള്ള വസ്തു ഞാനൊരു 8 പ്രാവശ്യം നാട്ടുകാർ കേൾക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നു. എടി നീ ഒന്ന് ശബ്ദം കുറച്ചേ. കുഞ്ഞിനെ അപ്പൊ ഇവനെ അകത്തേക്ക് കൊണ്ടുപോയി. നീ ഇങ്ങനെ അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും. വിഷമിക്കാതിരിക്കേ. നീ വല്ലതും കഴിച്ചായിരുന്നോ? എന്നാ ബാ വല്ലതും വന്ന് കഴിക്കേ. വറുത്ത മീനുണ്ടോ? ആ ഉണ്ട്. ഉണ്ടല്ലേ? ഡാ കുഞ്ഞുണ്ണി, അമ്മയും അച്ഛൻ കൊറേ തല്ലിയോടാ? കൊറേ തല്ലി, അമ്മയും തിരിച്ചു തല്ലി. അടിപൊളി. അപ്പോട്ടാ എന്താടാ? ആ പാലമംഗളം എവിടെ? ഏത് പാലമംഗളം? ഇവിടെ ഒന്നുമില്ലല്ലോ. ഉണ്ടല്ലോ, ഞാൻ കണ്ടതാ കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോ അമ്മായി അലമാര എന്റെ മുകളിലെടുത്ത് വെച്ചത്. അത് ഈ അൽമാരുടെ മുകളിലല്ലടാ, നീ വന്നേ. ഇവിടെ വേറെ അലമാര ഉണ്ടോ? കിലോ കൂടിയല്ലോടാ. തൽക്കാലം ഇത് വായിക്ക്. പിടിച്ച എന്നാ ചേട്ടൻ വായിക്ക്, ഞാനേ കിടന്നുകൊണ്ട് കേക്കാം. വായിക്ക്, വായിക്കടാ. പേര് ആദിത്യൻ. ആദിത്യന്റെ അച്ഛന്റെ പേര് ആദിത്യന്റെ അച്ഛൻ. എന്റെ മാധവേട്ടം ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഈ സമയത്ത് പോയി മീൻ പിടിച്ചോണ്ട് വന്ന് എനിക്ക് വറുത്ത് തന്നാൽ എന്റെ ചേച്ചി. ഈ പച്ചക്കഞ്ഞി ഞാൻ എങ്ങനെ കുടിക്കും? നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത വട്ടം തലയിട്ട് കഴിയുമ്പോ അവിടെ തന്നെ വിളിക്ക്. വരുമ്പത്തേനും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ഞാൻ ഇനി പോകുന്നില്ല അങ്ങോട്ട്.